പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ നൗണ് പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? നൗണില് എല്ലാ സബ് ടോപ്പിക്കും കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? വ്യക്തിവാചക പഠിച്ചു, ജാതിവാചക പഠിച്ചു, ദ്രവ്യവാചക പഠിച്ചു, ഭാവവാചക പഠിച്ചു, സമൂഹവാചകം പഠിച്ചു, റൈറ്റ്? ഓക്കെ, ഇനി അതിന്റെ ബേസിൽ മിസ് കുഞ്ഞൊരു ആക്ടിവിറ്റി തരാൻ പോവുകയാണ്. ഓക്കെ, ആക്ടിവിറ്റി ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു സ്റ്റോറി പറയും. അതിൽ നിങ്ങൾ ഈ 5 നൗൺസ്, ഏതൊക്കെ വേർഡ്സ് ആണോ ഈ 5 നൗൺസിൽ വരുന്നത്, അത് നോക്കി കമന്റ് ബോക്സിൽ ചെയ്യും, റൈറ്റ്? എഴുതണം. എന്താ പറയുക, നമ്മളുടെ വ്യക്തിവാചക സംജ്ഞ ഇന്നതാണ്, ജാതിവാചക ഇന്ന വേർഡ്സ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ओके, एक राजा था, उसका नाम था पृथ्वी. ओके, पृथ्वीराज. ओके, राजा बहुत ही नेक राजा था, बहुत ही अच्छा इंसान भी था. ओके, एक दिन राजा ने एक फैसला लिया कि उसके राज में वह उत्सव मनाएगा. तभी वहां पे मंत्री और उसके सभी लोग वहां पे बैठे थे और प्रजा भी उनके सामने थी. തभी उन्होंने ये ഫാൻസല लिया. അല്ലെ, മലയാളത്തിൽ എങ്ങനെ പറയാ? ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആളുടെ പേര് പൃഥ്വിരാജ് എന്നായിരുന്നു. അല്ലെ, മന്ത്രിസഭയും മന്ത്രിമാരും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ആളൊരു ഡെസിഷൻ എടുക്കുകയാണ്. ഫാൻസല എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിഷൻ എടുക്കുകയാണ്. എന്താണ്? അവിടെ വലിയൊരു ഫെസ്റ്റിവൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടുത്തെ പ്രജകളും വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, അപ്പം ആൾക്കാർ മാത്രം മതിയോ രാജാവിന്? പോരാ, അല്ലെ? ആനിമൽസും വേണം. ഓക്കെ, അപ്പം ആ ഒരു രാജ്യത്ത് എന്താണ്? ആൾക്കാരും മൃഗങ്ങളും എല്ലാവരും ഈ രാജാവിന്റെ അണ്ടറിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, तब उत्सव का फैसला हुआ और राजा ने सभी को आमंत्रण किया. वहां पे जंगल के बंदरों का झुंड आया, शेरों का झुंड आया, वहां के पक्षियों के दल आए, सभी के सभी वहां आ पहुंचे. और यहाँ पे लोग भी बहुत ही प्रसन्न थे, खुश थे. They were also very happy. Okay, उन्होंने कपड़ा लाया, फूल, फल जैसे बहुत से चीजें लाकर वे कहाँ पे आए? जहां पे ये उत्सव मनाया जा रहा था, वहां पे लोग ये सब चीजें लाकर आए. तो राजा ने भी क्या, मेज पर सोना, चांदी, हीरा जैसे चीजें रख दिया. राजा ने सभी को अभिसंबोधन करते हुए कहा. രാജാവ് എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ രാജാവ് എന്തു പറഞ്ഞു? രാജാനെ പോലാ उत्सव का महत्वपूर्ण चीज है खुशी. രാജാവ് പറഞ്ഞു, ഈ ഒരു ആഘോഷത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു. അല്ലെ, മിത്രത, ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞു, ഭായിചാര, ബ്രദർഹുഡ് ആണെന്ന് പറഞ്ഞു. और राजा ने कहा, हमें ऐसे ही हमेशा मिलजुल कर रहना चाहिए. രാജാവ് ലാസ്റ്റ് എന്ത് പറഞ്ഞു? എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു. तो वहां पे बहुत सारे लोग थे, राजा के सदस्य थे, जंगलों से आए हुए जानवर भी थे. सभी ने मिलकर उत्सव का आनंद लिया. Now you want to differentiate between the nouns. നമ്മൾ 5 നൗൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വ്യക്തിവാചക സംജ്ഞ പഠിച്ചു, പ്രോപ്പർ നൗൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ജാതിവാചക സംജ്ഞ കോമൺ നൗൺ ആയിരുന്നു, ദ്രവ്യവാചക സംജ്ഞ മെറ്റീരിയൽ നൗൺ ആയിരുന്നു, ഭാവവാചക സംജ്ഞ അബ്സ്ട്രാക്ട് നൗൺ ആയിരുന്നു, സമൂഹവാചക സംജ്ഞ കളക്റ്റീവ് നൗൺ ആയിരുന്നു. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റോറിയിൽ നിന്നും ഏതൊക്കെ വേർഡ്സ് ആണോ, ഏതൊക്കെ നൗണിലാണോ വരുന്നത്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ എഴുതുക. അടുത്ത എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.